വേര് കട്ട് ചെയ്യാനൊന്നുമില്ല, പക്ഷെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇനി വലിയ ക്രോപ്പൊക്കെ ആണെങ്കിൽ പാഷൻ ഫ്രൂട്ടൊക്കെ പോലത്തെ സാധനം ഒരുപാട് കൊല്ലം വളരുമല്ലോ. അപ്പൊ നമുക്ക് വേര് വേണമെങ്കിൽ പ്രൂൺ ചെയ്തിട്ട് രണ്ടാമത് വളരുന്ന രീതിയിലൊക്കെ അറേഞ്ച് ചെയ്യാം. അതിന് വെള്ളം ഓട്ടോമാറ്റിക്കലി അവിടെ പമ്പ് ചെയ്തിട്ട് അങ്ങനെ റീഫില്ലായിട്ട് റീസർക്കുലേറ്റ് ചെയ്ത് പോകും. വഴുതനൊക്കെ പിന്നെ ഇവിടെ ഇതിനെന്തൊരു കയ്യിൽ എന്തൊരു കുഴപ്പം വന്നിട്ട് അത് മാത്രം പിടിക്കാം. വെയിൽ വേണം. നമുക്ക് തക്കാളിയൊക്കെ പച്ചക്കറിക്ക് വെയിലാണ് വേണ്ടത്. 35-40 ഡിഗ്രി ചൂട് വേണം. നമ്മളെ വയനാട്ടില് പച്ചക്കറി ഇല്ലാത്തതിന്റെ പ്രശ്നം അതാണ്. ഗുണ്ടിൽപേട്ടൊക്കെ തക്കാളി ഉണ്ടാവുന്നതിന്റെ മെയിൻ കാരണം അവിടുത്തെ ചൂടല്ലേ. അത് നമുക്ക് ഇവിടെ ഇപ്പൊ കിട്ടുന്നുണ്ട്. ഇതില് ഈ തക്കാളിക്കൊക്കെ ബെസ്റ്റ് ഇതാണ് ഇത് ഏറ്റവും സ്പേസ് ഫിക്സിനായിട്ടുള്ള സാധനം. വളരെ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കൃഷി ചെയ്യാന്നുള്ളൊരു മെത്തേഡ് നമ്മൾ വെറുതെ പരീക്ഷിച്ച് നോക്കിയതാണ്. ഇതെന്താ ഇറിഗേഷൻ? ഇതിന്റെ ഇറിഗേഷൻ മൊത്തത്തില് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യും. ഇൻലെറ്റ് ആയിട്ട് ഇവിടുന്ന് സ്പ്രേ പോലെ വെള്ളം താഴോട്ടേക്ക് വരും. ആ സ്പ്രേയിലുള്ള വെള്ളത്തിലാണ് മൊത്തം ന്യൂട്രിയൻസ് കൊടുക്കുന്നത്. അതിങ്ങനെ ഒരു ഇതില് മല്ലിച്ച